Checking Value Plus card. Just pay ₹2,999 and get food worth ₹4,000. എന്തോന്ന് രാവിലെ രാഘുമാറേ ഓ എന്താ റോഡിൽ കിടന്ന് കസരത്ത് കളിക്കണ വാമ്പപ്പ് വാക്കിങ്ങിന് പോണേ അതിന് മുമ്പുള്ളൊരു വാമ്പപ്പ് കൊള്ളാം നടക്കട്ടെ ബാലു ഗുഡ് മോർണിംഗ് മോർണിംഗ് റാം നിങ്ങക്ക് ജോഗിങ്ങിന് ബാലുവിനെ കൂടെ കൂട്ടിക്കൂടെ? അത് ബെസ്റ്റ് ഐഡിയ ഉള്ള നിങ്ങൾ വരണ ജോഗിങ്ങിന് എന്നെ ജോഗിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു നടന്നിട്ടില്ല. എന്താണ് വരുന്ന നിങ്ങൾ നമുക്ക് പോവാലോ ഒന്ന്. പിന്നെ രാഘുമാറ ഒന്നാ നമ്മൾ മിഡിൽ ക്ലാസ് ആണ്, നമ്മളെപ്പോഴും ആൾക്കാർ ജോഗിന് പോവാറില്ല. ഓരോ എക്സ്ക്യൂസ് കൊണ്ട് ഇറങ്ങിക്കോളും. മിഡിൽ ക്ലാസ് ഹൈ ക്ലാസ് ഇതിനൊന്നും ഒന്നുമില്ല. നിങ്ങൾ വാന്ന് രാഘുമാറേ നമ്മുടെ ജീവിതം ഉണ്ടല്ലോ അതൊരു നെട്ടോട്ടമാണ്. ആ ഓട്ടത്തിനുണ്ടല്ലേ ഇനി എന്തിനു ഓട്ടം? നിങ്ങൾ ഈ ഒഴിവ് കഴിവ് പറയാതെ എന്റെ കൂടെ ഒന്ന് വന്നൂടെ? ഒരു രസമല്ലേ? എന്തോന്ന് ഈ മുണ്ടോടത്തിന് പോകാൻ പറ്റും ജോഗിങ്ങിന്? ഓ അതാണ് ഇപ്പൊ വലിയ കാര്യം. ഒന്ന് വീട്ടിൽ പോയിട്ട് മാറിയിട്ട് വന്നാൽ ഷൂസ് ഇട്ട് വന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാലോ. അവിടെ വീട്ടിൽ എനിക്ക് ട്രാക്ക് ഷൂട്ട് ഒന്നും ഡാപ്പടാ ചെറുക്കാൻ ട്രാക്ക് ഷൂട്ടേ ഉള്ളൂ, ക്യാഷ് ഷൂട്ട് അതിട്ട് ഞാൻ അങ്ങോട്ട് പ്രശ്നം ഉണ്ടാകും. എന്നാലും നിങ്ങളൊന്ന് പോയിട്ടിട്ട് വന്നു. എന്നാലൊരു കാര്യം ചെയ്യാം, രാഘുമാർ പറഞ്ഞല്ലേ നമുക്ക് നാളെ തൊട്ട് പോവാം. നിങ്ങൾ പിന്നെ എക്സ്ക്യൂസ് പറയണം. ഇല്ല രാഘവ നാളെ തൊട്ട് വരാം. 3:30 മണിക്ക് ഞാൻ അലാറം വെക്കും. അലാറം വെച്ചിട്ട് 4 മണിയായി ഇവിടെ എത്തും. 4 തൊട്ട് ഒരു 6-6:30 വരെ നമുക്ക് ഓടിയാ പോലെ മതി. ഇത് എക്സ്ക്യൂസ് ആണോ? നമുക്ക് വൈറ്റിൽ വരെ പോകണം, വൈറ്റിൽ വരെങ്കിലും പോകണം. ഞാൻ ഓടാൻ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അത്രയും പോകും. ഞാൻ എത്ര ദൂരം ഓടണം? അത്രയും ഓടണം കേട്ടാ. അപ്പൊ ഞാൻ പോയി പ്രാക്ടീസ് പ്രാക്ടീസ് ഓടിട്ട് വാ. വൈറ്റില് വരെ പോവാ. ഞാൻ നോക്കട്ടെ. വൈറ്റിൽ പോയിട്ട് വരാം. പാലാരോട്ട് വിട്. ഓ ഓക്കെ ബാലു അത് ഒരുപാട് ദൂരമല്ലേ? വൈറ്റൊക്കെ വരട്ടെ. നീ എണീറ്റില്ലേ? അവള് പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ പോയി വിളിക്കട്ടെ. ആ ശരി, ഞാൻ ഈ പാലോട്ട് കൊടുക്കും. ചായ കുടിച്ചു. ഞാൻ പാലോട്ട് കൊടുക്കും. ശരി ബാലു. ശരി ശരി. രാംകുമാർ വെളുപ്പാങ്കാലത്ത് ഓടാൻ പോയില്ലേ? അപ്പൊ നിങ്ങൾ വിളിച്ചാണല്ലോ, അപ്പൊ പോയിക്കൂടെ ആയിരുന്നോ കൂടെ? അയാൾക്ക് ഭ്രാന്ത്. നേരെ പല ഓടാൻ പോകണം. വെളുപ്പാങ്കാലത്തല്ലേ ഓടാൻ പോകേണ്ടത്, പിന്നെ നട്ടുച്ചക്കാണോ? പണിയില്ല. അതിലെ മക്കളെ ഒരു 5 മിനിറ്റാ. ഞാൻ ഒരു കാര്യം പറയാം. പുറത്ത് വെയിലടിക്കുന്ന കിടന്ന് സ്വഭാവം നിർത്തിക്കണം. നാളെ രാവിലെ പാല് വാങ്ങിക്കാൻ വെക്കണം. ഞാൻ പോയി പറ്റൂലെന്ന്. ഞാൻ പോണം നോക്കി രാംകുമാർ ഇരിക്കും ഓടാൻ വിളിക്കാൻ വേണ്ടി. പോണം അങ്ങനെങ്കിൽ ഈ വയറെന്ന് പറയട്ടെ. ഈ വയറ് ഈ ജന്മം മുഴുവൻ ഓടിയാലും കുറയാൻ പോണില്ല. ഞാൻ കുറച്ച് കാണിച്ചു തരാം. അയ്യോ ആര്? ആ നോക്കിയത്. ഹലോ രാംകുമാറേ. അയ്യോ എപ്പോ ആണോ? അവിടെ നിന്നോ അനങ്ങല്ലേ? ആ ഞാൻ എന്ത് പറ്റി രാംകുമാർ? രാഘുമാനോട് അത്യാവശ്യം വിളിക്കുന്നത്. പിന്നെ അയ്യോന്ന് വെച്ചതോ? അയ്യോ വിളിച്ചത് അയ്യോ വിളിച്ചല്ലേ വിളിച്ചാണ്. ഇങ്ങനത്തെ ഒരു അയ്യോ ഇല്ല ഞാൻ പോട്ടു. ഇതുണ്ടല്ലോ അമ്മ. ഇതുണ്ടല്ലോടാ. അയ്യോ അത്ര ശരിയല്ല. അതെ പോയിട്ടൊക്കെ വരട്ടെ. ചായ വേണ്ടേ നിനക്ക്? വേണം. അമ്മേ വീട്ടിൽ ഇരുന്നിട്ട് ബോറടിക്കുന്നു മമ്മി. ഞാൻ കമ്പനിയിലേക്ക് വന്നാലോ? അങ്ങനെ MBA ഇല്ലാത്ത ആരും കമ്പനി കയറ്റാൻ പറ്റില്ല. അത് MBA എഴുതിയെടുക്കും. അപ്പൊ കമ്പനിയിലുള്ള എല്ലാവർക്കും MBA ഉണ്ടോ? അങ്ങനെ ഉണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അവരാരും വീട്ടിൽ കള്ളം പറയത്തില്ല. MBAക്ക് ജയിച്ചെന്ന് പൊട്ടിയിട്ട് കള്ളം പറയത്തില്ല. മമ്മി കള്ളം പറയുന്നത് മാനുഷികം, അത് ക്ഷമിക്കുന്നത് ദൈവികം എന്നാരോ പറഞ്ഞിട്ടുണ്ട്. എന്നാര് പറഞ്ഞു? ആരോ വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവരുള്ളവരുടെ വീട്ടിൽ ആരും MBA പൊട്ടിയിട്ട് കള്ളത്തിന് പണ്ടുണ്ടാവില്ല. ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറയാനുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. അതെ ഓടാൻ പോയ രാംകുമാറിനെ പട്ടി ഓട്ടിച്ചിട്ട് കടിച്ച്. ഇത്ര വിളിക്കുള്ള കടിയുണ്ടോന്ന് അറിയില്ല, പക്ഷെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു. എല്ലാവരും എക്സിബിഷൻ നടക്കണ. ഒരു രാംകുമാർ പറഞ്ഞു ഒരു വെള്ള മുണ്ടെടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞു. നിങ്ങൾ വെള്ള മുണ്ടെടുക്കണ്ട, വെള്ള മുണ്ടെടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് പെട്ടെന്ന്. സീരിയസ് ആണ്. പട്ടിയടി കൊണ്ട് ഒരു മനുഷ്യനെ കിടന്ന് പെടാപാട് പോയാണ്. അത് കടി ഏത് ഇനത്തിലുള്ള കടിയെന്ന് പറയാൻ പറ്റില്ല. എവിടെയാണ് കടി നമുക്ക് കറക്റ്റ് ഇപ്പം നിശ്ചയമില്ല. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കടിയാണെന്ന് അറിയത്തില്ല. അവിടെ ഞാൻ എന്റെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ കണ്ട് പോയ ശേഷം കടി ഏതാണെന്ന് അറിഞ്ഞ ശേഷം നിങ്ങൾ വിളിക്കാം. നിങ്ങൾ കടി കാണാൻ വന്നാൽ മതി. ആ പെട്ടെന്ന്. അയ്യോ മുണ്ടില്ലേ? റാം പോയില്ല. കടിയുണ്ട്. ഉണ്ടവിടെ പോട്ടാ. നിങ്ങളിപ്പം പറഞ്ഞോ, ഞാൻ ഇവിടെ നോക്കിട്ട് ഞാൻ പറയാം കേട്ടോ. ആ ശരി. അയ്യോ മോളെ എന്ത് പറ്റി? അയ്യോ പേടിക്കണ്ട.
ചെന്നോട്ടം കടി എവിടെ കിട്ടിയെന്ന് വിളിച്ച് പറയാം. അയ്മോ വിഷമിച്ചിരിക്കാ? വിഷമിക്കണ്ടെന്നേ, കണ്ണീ കൊള്ളാനുള്ളത് പിരുവത്തോണ്ടെന്ന് വിചാരിച്ചാ മതി. പട്ടിയുടെ കടി പിരിയത്തിലാണോ അതോ വേറെ എവിടെയാണോ കൊണ്ടുവന്ന് ആര് കണ്ടു? ജാഗ്വാറങ്ങളുടെ ജീവൻ കിട്ടിയത് ഭാഗ്യം. റാമിനാണെങ്കിൽ പെറ്റ്സിന് ഒന്നും ഇഷ്ടമല്ല. ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാ പട്ടീനെ പോലും വളർത്തുന്നത്. മമ്മി, സോഫിയ ആന്റിയുടെ മോടെ എൻഗേജ്മെന്റ് നാളെയല്ലേ? അപ്പൊ പപ്പ പട്ടി അടിച്ചോണ്ട് അതിന് പോകാൻ പറ്റുമോ? എന്തോന്നാണ് എന്റെ ദിയ, നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഇല്ലല്ലോ. നിനക്ക് ആന്റിയുടെ മോൾ കല്യാണമാണോ വലുത്, എൻഗേജ്മെന്റ് ആണോ വലുത്, അതോ പിന്നെ പപ്പക്ക് പട്ടി അടിച്ചാണോ? അയ്യോ, എനിക്ക് പോകണം നിർബന്ധമൊന്നുമില്ല. പപ്പ ഇന്നലെ രാത്രി കിടന്ന് എൻഗേജ്മെന്റിന് പോണെന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആക്കി സംസാരിച്ച്. എന്റെ ചേച്ചി അങ്കിളൊന്ന് നേരെ ഇങ്ങോട്ടൊന്ന് വന്നോട്ട്, എന്നിട്ട് തീരുമാനിക്കാം അടിയന്തരത്തിന് പോകണോ എൻഗേജ്മെന്റിന് പോകണോന്ന്. കേശു, ശരി, ഇനിയിപ്പം റാംകോറങ്ങൾ വന്നില്ലെങ്കിൽ റാംകോറുടെ അവസാനത്തിൽ ഞങ്ങളെല്ലാം കൂടെ വരാം പോരെ? ഓ അതും വേറെയാണ്. ശരി കഴിഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യും, നമുക്ക് എല്ലാവരും കൂടെ കുത്തിയിരിക്കാതെ അങ്ങോട്ട് പോയാലോ, ഹോസ്പിറ്റലിലോട്ട് പോയാലോ? ആ ബാലു വിളിച്ചല്ലോ, ചിലപ്പോ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞത്. വന്നില്ല നമുക്ക് അങ്ങോട്ട് പോയാ പോരെ? ബാല് പറഞ്ഞോണ്ടാണ് നീലും ഞാൻ പോവാന്ന്. എനിക്ക് റാമിനെ കാണാണ്ട് നിൽക്കാനും പറ്റുന്നില്ല. മക്കളെ പപ്പ പറഞ്ഞ സമയമായത് നമ്മളെ റൂമിൽ നിന്ന് ക്ലീൻ ചെയ്യാം, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി, പൊടി ഉണ്ടാവും. അല്ല വാട്ടർ ബെഡ് വല്ലതും മേടിക്കേണ്ടി വരുമോ? എത്ര നാള് കിടക്കേണ്ടി വരുമോ പറയാൻ പറ്റില്ലല്ലോ. ഈ കേശു നിന്നെ വായന്ന് അടച്ചു വെക്കടാ. പട്ടികടിയില്ലമ്മ കൊണ്ടേ പറയാൻ പറ്റത്തില്ല. എന്തിനാ നീലും ഇവരെ കൊണ്ടുവന്നേ? അത് പിന്നെ എന്തെങ്കിലും ഒരു ദുർഘടാവസ്ഥ വരുമ്പോഴാണല്ലോ ചേച്ചി ഞങ്ങൾ ബന്ധുക്കളൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കണ്ടേ. കേശു നീ വാ തുറക്കണ്ട, മിണ്ടാതിരിക്കും. ഇനി നീ ആശ്വസിപ്പിക്കാൻ നിന്റെ വാ തുറന്ന ടവറൊഴിക്കുമ്പോ അവരൊഴിക്കും. ആ സ്വന്തം പപ്പ പട്ടിടി കൊണ്ട് ഹോസ്പിറ്റൽ. ഇത്രയും വയലൻസ് ഒന്നും പറയാതെ. നീ എന്നോട് പറഞ്ഞില്ലടാ മിണ്ടാതിരിക്കാൻ. അയ്മ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് തരാം. രാവിലെ ഇവിടുന്ന് പോകുമ്പോ പറഞ്ഞതാ നല്ല വെള്ളാപ്പവും മുട്ടക്കുറുമ ഉണ്ടാക്കി വെക്ക്, ഞാൻ വന്നിട്ട് ചൂടോട് കഴിക്കാന്ന്. അങ്ങനെ പറഞ്ഞ ആളാ പട്ടിക്ക്. ഇതിപ്പോ ആളിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പട്ടി അടിച്ചെന്നല്ലേ ഉള്ളൂ. അത് ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോ അങ്ങ് മാറൂല. എന്നിട്ട് ആന്റി വെള്ളയപ്പം മുട്ടക്കുറുമ ഉണ്ടാക്കി അതൊന്നും നിനക്ക് വേണോ? എനിക്കല്ലെന്ന് അങ്കിൾ വരുമ്പോ അങ്കിളിന് കൊടുക്കാനാ. ചേട്ടാ ഇത് വലിയ കഷ്ടമല്ല. അമ്മ നമുക്ക് പോയി ഓരോ കിലോ ആപ്പിൾ ഓറഞ്ചൊക്കെ മേടിച്ചോണ്ടൊന്ന് വെക്കണ്ടേ ഹോസ്പിറ്റലിൽ നിന്ന് ആള് വരുമ്പോ? അമ്മ ഞാനേ ഇവനെ കൊണ്ട് വീട്ടിലോട്ട് പോട്ടെ കേട്ടാ, നീലു എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് തരാൻ. കുഴപ്പമൊന്നും ഉണ്ടാവൂലായിരിക്കുമല്ലോ അല്ലേ? ഏയ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ബാലു വിളിച്ചല്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വരുമായിരിക്കും. ആ പിന്നെ വരും. സമാധാനമില്ല. പോയിട്ട് വരട്ടെ അയ്മാന്നാ? ഇരിക്കുന്നേ, പിന്നെ പോവാം. സമാധാനം. ഒന്ന് കഴിക്കട്ടെ നിങ്ങക്ക്. സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ബാലു, ഞാൻ വല്ല ഫ്രിഡ്ജോ ബീറോ മറ്റോ സാധനം എന്ന് പറയാൻ. വേഗം വാ മോളെ. എവിടെയാ പട്ടി അടിച്ചത്? അങ്ങനെ ഒറ്റ നോട്ടത്തിൽ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലേ? എടാ പെട്ടെന്ന് അങ്ങനെ കാണുന്ന സ്ഥലത്തല്ലടാ കടിച്ചത്. ബാലുവേ ഇനിയിപ്പോ എല്ലാരും അറിയിട്ട് രാംകുമാറായി, അവരൊക്കെ മാറിയ മോളല്ലേ, അവരൊക്കെ ശുശ്രൂഷിക്കേണ്ടത്. വേറെ ഒന്നുമില്ല, രാംകുമാർ നല്ല ഓട്ടമായിരുന്നു. കുറേ ഒരു ഓടി ബാക്ക് വന്ന് ഒരു പട്ടി വന്ന് കടിച്ചിട്ട് മക്കളെ. ആൾക്കാര് പറഞ്ഞ അങ്ങനെയൊന്നുമല്ല, കണ്ടുന്ന ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ രാംകുമാറിനെ പട്ടി ഓട്ടിച്ച് രാംകുമാർ ഒരു മതിൽ ചാടി പഞ്ചായത്ത് മൈതാനത്ത് വഴി ഓടി. ഒരു 4-5 പട്ടികൾ ഉണ്ടായിരുന്നെന്ന്. രാംകുമാർ നല്ല ഓട്ടം, ഒളിമ്പിക്സിലെ ആൾക്കാർ ഓടുമ്പോഴാണ് ഓടിയെന്നാണ് ആൾക്കാർ പറയണത്. പക്ഷേ ഈ 4 പട്ടികളുടെ കൂട്ടത്തിൽ ഒരുത്തൻ ബെൻ ജോൺസൺ ആയിരുന്നു. അവൻ ചാടി കയറി ബാലുവിന്റെ അല്ല രാംകുമാറിന്റെ ബാക്ക് കടിച്ച്. ആ സമയത്ത് അങ്ങനെ രാംകുമാർ തിരിഞ്ഞു നോക്കിയെങ്കിലും പട്ടി കടിക്കാൻ വരുമ്പോ ഓടരുന്ന് അറിഞ്ഞൂടെ പപ്പ? ഞാൻ ഓടാനല്ലേ പോയത്, അപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പട്ടിയോട് നിൽക്കണ്ടായിരുന്നു, എനിക്ക് പറയാൻ പറ്റും. പട്ടിയെ സൈഡിൽ നിൽക്കുന്നു, ഞാൻ ഓടി, പട്ടി ബാക്കിൽ ഓടി. ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ? ഇഞ്ചക്ഷൻ എടുക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, പിന്നെ വയറ്റിൽ കുത്തി. ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റൂല, സൂചി ഊന്ന സ്ഥലമില്ല, ഞക്കറ് മുക്കറാന്ന് കടിച്ചളഞ്ഞ് ഫ്രില്ല് വെക്കുമ്പോൾ സിബിടാൻ പോലും പറ്റൂല. ശരി, ബാത്തേക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാം. അതെ, ഒരു 2 ആഴ്ച ഞാൻ ഓഫീസിൽ പോവില്ല. ഇല്ല, 1 മാസത്തേക്ക് ഓഫീസിൽ പോകാൻ പറ്റൂല. 1/2 കിലോ മാംസമാണ് കടിച്ചെടുത്തോണ്ട് പോയതാ പട്ടി. അപ്പൊ ഈ ഓടിക്കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞ ഉള്ളതല്ലേ? ഇങ്ങനെ ഓരോ കിലോ വീതം കടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 ദിവസം കൊണ്ട് 10 കിലോ കുറയൂലേ? അങ്ങനെയാണെങ്കിൽ അച്ഛന് ഓടാൻ പോക്കും. ബാലോച്ചൊരു ഹെൽപ്പ് ചെയ്യോ? ഇവരെ വിളിച്ചോണ്ട് വീട്ടിലോട്ട് പോകും. ബാലു അതൊന്ന് പറഞ്ഞു കൊടുക്ക. കിടക്കുമ്പോഴേ കമഴ്ത്തിയെ കിടത്താവൂ, ഇങ്ങനെ മറന്ന് കിടക്കരുത്. ഇടക്കൊന്നും മറിച്ചിടാൻ പറ്റൂലേ? അതൊന്ന് ഞാൻ ദോശ തിരിച്ച് മറിച്ചോടെ. മറിച്ചിട്ടിട്ട് കുറച്ച് ചമ്മന്തി പൊടി കൂടെ പുറത്തിട്ടോളൂ. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കും?
എന്റെ ഹൈമ ഇത്രയും നാള് രാംകുമാർ നിങ്ങളെ സഹിച്ചില്ലേ, ഇനി കുറച്ച് ദിവസം നിങ്ങൾ രാംകുമാർ സഹിക്ക്. കറക്റ്റ്. എങ്ങനെ? അതെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണ് കേട്ടാ. എന്റെ മൂട്ടിൽ കടിച്ചതിനാ. അല്ല, രാംകുമാർ ഓടാൻ വിളിച്ചപ്പോ ഞാൻ കൂടെ വന്നിരുന്നെങ്കിലേ ഞാനാണെങ്കിൽ തിരിഞ്ഞിരിഞ്ഞേ ഓടുള്ളൂ. എവിടെ കടിക്കുന്നു ഒരു പിടിയില്ല. പക്ഷെ ഒരു കാര്യം, ആ പട്ടികൾക്ക് അച്ഛനെ കിട്ടിക്കഴിഞ്ഞാൽ 3 മാസത്തിന് പിന്നെ ഫുഡ് വേണ്ട. രാംകുമാർ എനിക്ക് രഥോട്ടം പോലെ ഓർമ്മ വരണം. പിടിക്കണേ. എന്ത് ബാലു, മെല്ലെ മെല്ലെ നോക്കി മെല്ലെ പറ്റൂ. റെസ്റ്റ് എടുക്കി, ടെൻഷൻ അടിക്കണ്ട. ഓഫീസുകാർക്ക് ഞാൻ പ്രചോദനം വിളിച്ച് പറഞ്ഞോളൂ കേട്ടോ. അതെനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഒരു ഊന്നുവടി ഉണ്ടെങ്കിൽ അകത്തോടെ കൊടുക്കരുത്. ബാലു, ഫുഡൊക്കെ എന്ത് കൊടുക്കണം? ഫുഡ് ഇപ്പൊ തൽക്കാലം പറയും പോലെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് എപ്പോഴും ബാത്റൂമിൽ പോയിട്ട് വരുമെന്നേ, അത് കൊടുക്കണ്ട. അയ്യോ, ജ്യൂസ് മാത്രം കൊടുത്താൽ മതി. ഭയങ്കര ആരും വേണ്ട കുഴപ്പമില്ല. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ. ശരി. അവിടെ തന്നെ അനങ്ങണ്ട കേട്ടോ, അവിടെ തന്നെ ഇരുന്നോ, ഫോണും നോക്കി. കഴിച്ച് പാടി ഇനി പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വല്ല പട്ടികളും കടിക്കാൻ വേണ്ടി പോകരുത്. ഓ, അമ്മ ഞാൻ പോയിട്ട് വരാം. ബാഗൊക്കെ തൂക്കി അവിടെ പോടും. ജാഗ്വാറങ്ങളെ കാണാൻ പോവാം. ആ പാവ അവിടെ എങ്ങനെ കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഒരാൾക്ക് അസുഖം വന്ന് നടക്കുമ്പോ കാണാൻ പോകുന്നത് അവർക്ക് സന്തോഷല്ലേ? അങ്ങനെ പറ എന്റെ നല്ല മകള്. മോള് പോയിട്ട് വാ കേട്ടോ. പോയിട്ട് അങ്കിളെ കണ്ടിട്ട് വാ. സൂക്ഷിച്ചു വേണോ കേട്ടാ. അയ്യോ നോക്ക്, രാംകുമാറിനെ പട്ടിയടിക്കുന്ന സീന്. സോഷ്യൽ മീഡിയയിൽ പോയോ? രാംകുമാർ പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി കണ്ട വഴി ഓർഡർ പറയാ പട്ടി ഓർഡർ. ഇത് ആരെടുത്തത്? ക്യാപ്ഷൻ ക്യാപ്ഷൻ നോക്ക് മക്കളെ വായിക്കടാ, കണ്ണു കെട്ടൂടാ. ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഓട്ടം, ജീവന് വേണ്ടിയുള്ള പോരാട്ടം. കമന്റ് ഓപ്പൺ ചെയ്യും. ഓ, ഇജാതി ഓട്ടം, ഓട്ടം തന്നെ ഓട്ടം. ഇനിയിപ്പോ ഉസൈൻ ബോൾട്ട് വീട്ടിൽ ഇരിക്കുകയുള്ളൂ കേട്ടോ. അമ്മാതിരി ഓട്ടമാണ്. എന്ത് പറയുന്നത്, ഇത് ആരാണ് ചെയ്തതല്ലേ? എന്തായാലും അങ്കിളിപ്പോ വൈറലായല്ലേ. കേട്ടാ എവിടെ ഇരുന്നോ? എന്റെ രാഘുമാർ ഈ ബാക്കും കൊണ്ട് ഇവിടെ വരെ വരേണ്ട വല്ല കാര്യമുണ്ടാ? വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനം ഇല്ലെന്ന്. കുറച്ച് ദിവസത്തേക്ക് നല്ല പെയിൻ ഉണ്ടാവും. അല്ലേ, ദേഹത്തിന്റെ പെയിനൊക്കെ സഹിക്കാന്ന്, ഈ മനസ്സിന്റെ പെയിനാണ് സഹിക്കാൻ പറ്റാത്തത്. രാഘുമാരെ ഇരിക്കാൻ പറയാത്തോണ്ട് വിഷമം തോന്നരുതേ. രാഘുമാർ ഇരിക്കാൻ പറ്റാത്തോണ്ടാണ്. പറ്റൂല രാവിലെ. അപ്പൊ എന്താണ് മനസ്സിന്റെ പ്രശ്നം എന്താണ്? അതെ, ഞാൻ എന്നെ പട്ടിയിട്ട് ഓടിക്കണതും ഞാൻ ഓർഡറതൊക്കെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വന്നിരിക്കുന്നത് വൈറലായി. നമ്മളൊന്നും അറിഞ്ഞില്ല. ആൾക്കാർക്ക് ഇപ്പൊ എന്നെ നോക്കി ചിരിക്കണെന്ന്. എന്റെ കമ്പനിയിലുള്ള ആൾക്കാരും കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് ചിരിച്ചുകൊണ്ടിരിക്കണം. ഞാനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, അവരെന്നെ നോക്കി ചിരിക്കുക. അതൊക്കെ ശരിയാണ് രാഘുമാർ. ഈ കഷ്ടാലം വരുമ്പോഴേ എല്ലാം കൂടെ ഒന്നുകൂടെ വരും. വരട്ടെ. ഞാനേ റിവെഞ്ച് എടുക്കാൻ പോവാ. എന്ത് റിവെഞ്ച്? ഞാൻ ആ പട്ടികളെ കണ്ടുപിടിച്ച് റിവെഞ്ച് എടുക്കാൻ പോകണം. രാഘുമാർ, ഈ രാഘുമാനെ കടിച്ച പട്ടികളെ ഇനിയിപ്പോ എവിടെ പോയി തപ്പാനാണ്? ഞാൻ കണ്ടുപിടിക്കും പോലും, എനിക്ക് വഴിയുണ്ട്. ഞാൻ കണ്ടുപിടിച്ചെടുക്കും, റിവെഞ്ച് എടുത്തിരിക്കും ഞാൻ. രാഘുമാർ വിഷമിക്കാണ്ടിരിക്കേ. ഒരു വിഷമില്ല, എനിക്ക് റിവെഞ്ച് എടുക്കാനുള്ള ഒറ്റ തോന്നലുള്ളൂ എനിക്ക്. ഈ വയ്യാത്ത ബാക്ക് കൊണ്ട് എന്ത് റിവെഞ്ച് എടുക്കാനാണ്? അതും വെച്ചിങ്ങനെ നടന്നിക്കണെന്തിനാ? ഒരു സൈഡേ കടിച്ചോളൂ, മറ്റേത് കസേര കിടക്കുകയാണ് ഫ്രീ ആയിട്ട്, അതുകൂടെ കടിച്ചെടുക്കും. നീ മിക്കവാറും പട്ടി ഓട്ടിക്കാൻ പോയിട്ട് എന്ത് പാടാന്തോ ഇഷ്ടം. അളിയവിടെ ഓഹ് ഓഫീസിൽ പോയാ? ചേച്ചി അവിടെ പോയിരുന്ന ഫ്ലാറ്റിലും തിന്നാനാണ് അങ്ങോട്ട് പോയത്. അതെ, വിസിറ്റിംഗ് വിസിനി എത്ര 2 ആഴ്ചകളുണ്ടോ? അതോടെ കഴിയുമ്പോൾ ടക്കനയും കയറി വന്നോണം കേട്ടോ. പിന്നെ വരുമ്പോ മേടിച്ചോണ്ട് വരാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഞാനങ്ങ് അയച്ചേക്കാം. എന്തോ ഇങ്ങനെ അത് മേടിക്കാൻ കൊണ്ട് വാ, കാലിയെന്നല്ലേ ഓടിക്കും. ശരി ശരി ശരി. ആളെ വരുമ്പോ തിരക്കി പറഞ്ഞേ. ഓ, എന്ത് പറഞ്ഞു ഗൾഫുകാരി? ഒന്നും പറയണ്ട, ആളെ ജോലിക്ക് പോയേക്കണ്. എപ്പോ വരുമെന്ന് പറഞ്ഞേ? നീ 2 ആഴ്ചയും കൂടെ കണ്ടേയുള്ളൂ വിസിറ്റിംഗ് സാ. അപ്പൊ ഇങ്ങനെ തിരിച്ചു വരും. രണ്ടുപേരും കൂടെ വരുമോ? രണ്ടുപേരോട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് ഒറ്റയ്ക്ക് വരത്തുള്ളൂ. എന്നോട് അങ്ങനെയാ പറഞ്ഞേ. സർപ്രൈസ് തരാനായിരിക്കും. നീനുവേ, രാം എങ്ങനെ ഇങ്ങോട്ട് വന്നായിരുന്നോ? വന്നിട്ട് പോയല്ലോ. അയ്യോ, വീട്ടിലൊന്നും കാണുന്നില്ല ആളെ. എല്ലാം തിരക്കിട്ട് എവിടെ പോയെന്ന് അറിയില്ല. ദിലീപ പപ്പ വന്നപ്പം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. റാംകോറങ്ങളുടെ മറ്റേ പട്ടി അടിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായല്ലോ. അപ്പൊ അതിന്റെ ഒരു സങ്കടമായിരുന്നു. പിന്നെ പട്ടിയൊക്കെ കൊല്ലൂന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവിടെ ഇരുന്ന് ആരൊക്കെയോ വിളിക്കുന്നുണ്ടായിരുന്നു. എന്റെ അഭിമാനം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു അവിടെ കിടന്ന് ഭയങ്കര അലർച്ചയൊക്കെ ആയിരുന്നടാ. എനിക്ക് വേണതേ പട്ടി അടിച്ചപ്പോ റാമിന്റെ റിലേ പോയിട്ടുണ്ടെന്നാ. ഇപ്പൊ എന്താ ചെയ്യാ? ബാലു എവിടെ? ബാലു ജോലിക്കുമല്ലോ.
അയ്യോ ഇത് വല്ലാതെ കുഴപ്പമാവുമല്ലോ. ബാലിനെ ഒന്ന് വിളിച്ചു പറയോ, റാമിനെ ഒന്ന് തിരക്കാൻ. അത് പറയാം, ടെൻഷൻ അടിക്കണേ, വിളിച്ചു പറയാം. പറഞ്ഞേക്കണേ. എന്നാ നമുക്ക് പോവാം. അത് ഞങ്ങൾ പോവാം. എന്തെങ്കിലും വരും വന്ന അറിയാൻ ടെൻഷൻ അടിക്കണ്ടേ, വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണല്ലേ നിങ്ങള്. എന്നാലും എന്ത് ചെയ്യാനാ. ശരി മോനെ, വരുന്നു. വാ മോളെ വാ. എനിക്കൂടെ നിങ്ങൾ അച്ഛൻ്റെ കൂടെ കൂടി രാംകുമാറും ചെറുതായിട്ട് ഇങ്ങനെ തട്ടിക്കെട്ടി ആയിക്കൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. ഇനിയിപ്പോ അതിനെ കൂടെ നമ്മുടെ പാവം പിടിച്ച് അച്ഛനെടുത്തിടും അതിനകത്ത്. അതെ, റോഡിലോട്ടൊന്നും ഒറ്റയ്ക്ക് പോകരുത്. റോഡിൽ മൊത്തം പട്ടിയൊക്കെ ഉള്ളതാ കേട്ടോ. അങ്ങനെങ്ങാനും പട്ടി വന്നതിനെ ഞാൻ കല്ലെടുത്തറിയും. അയ്യോ അങ്ങനത്തെ ചെയ്യില്ല. കല്ലെടുത്തെറിഞ്ഞാൽ പട്ടി വന്ന് കടിക്കും. പല്ലെടുത്തെറിഞ്ഞാൽ അല്ല കല്ലെടുത്തെറിഞ്ഞാല്. സോറി. കൊച്ചു ബോധവൽക്കരണ ക്ലാസ് എടുക്കാണോ പാറുവിന്? അല്ല അവക്ക് പറഞ്ഞു കൊടുക്കുവായിരുന്നു, അന്ന് പൂച്ചയെ പിടിച്ചിട്ട് വന്നാലോ പട്ടി എടുക്കാൻ പോയാൽ കടിക്കൂലേ അത്. അത് കടിക്കും. ഹൈവാൻഡി, എന്തോനെ ഞങ്ങൾ ഈ തെരുവ് നായക്കളുടെ ആക്രമണത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു ക്യാമ്പയിൻ പോലൊരു സംഭവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടേ. അത് നല്ല കാര്യം. ഉണ്ണിക്കൊണ്ട് എന്തായാലും ബ്രില്യൻ്റ്. അപ്പോളേ നമ്മുടെ റാംകൂറങ്ങളാണല്ലോ ഇപ്പൊ തെരുവ് നായക്കളുടെ ആക്രമണം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരാള്. അപ്പൊ അങ്കിളിനോട് സ്പോൺസർ ചെയ്യാം. നിനക്ക് എന്താന്ന് വെച്ചാൽ നീ അങ്കിളോട് നേരിട്ടങ്ങ് ചോദിച്ചോ. ഓക്കെ സെറ്റ്. ഓ രാംകുമാറിന് കിട്ടിയാ? കിട്ടിയാന്നാ മൃഗാശുപത്രി വിളിച്ചോണ്ട് വരെയാണ്. പപ്പ എന്തിനാ മൃഗാശുപത്രി കൊണ്ടുപോയി? അയ്യോ ഒന്നും പറയണ്ട. ഇവിടുന്ന് റിവെഞ്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പോയല്ലേ പട്ടീനെ കൂടെ. അവിടെ ചെന്ന് ഓഫീസിലെ കുറെ പിള്ളേരെ വിളിച്ചോണ്ട് നേരെ റിവെഞ്ചിന് പോയി. ഏതോ ഒരു കുരുത്തം കെട്ടവൻ കട്ട എടുത്ത് വെച്ച് ഒറ്റ കയറി 2-3 പട്ടിയൊക്കെ ഒടിവറ്റി. അവസരം ആകെ പ്രശ്നമായി. ബാക്കി പറഞ്ഞു ഞങ്ങൾക്ക് പറ. അത് പട്ടികളെയൊക്കെ അവിടെ നിന്ന് ഓട്ടിക്കാൻ വേണ്ടി മാത്രം പോയതാണെന്ന്. ഈ പോട്ടം കല്ലൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് 2-3 പട്ടിക്ക് പരിക്കായി. അപ്പൊ ഈ ആര് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് ഇല്ലേ, അവര് വന്ന് ഇടപെട്ടിട്ട് കേസാക്കിയിട്ട് 3 പട്ടി ഇപ്പൊ ICUലാണ്. അതാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില്, വലിയ ഹോസ്പിറ്റലില് AC-ല് 3 പട്ടി AC-ല്. അത് മാത്രമല്ല അയാൾ എന്താ പറഞ്ഞത്, ഇനി ആജീവനാന്തം ആ പട്ടികളെ എല്ലാം സംരക്ഷിക്കേണ്ടത്. 2-3 പട്ടികൾ ഓടിപ്പോയ പട്ടികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ചുമതല കൂടെ രാംകുമാറിനുണ്ട്. ഗോളടിച്ച ഞാനല്ല, പട്ടിയാണ്. മൃഗസംരക്ഷണ വകുപ്പ് ഫൈൻ വിട്ട് 3 ലക്ഷം രൂപ. പക്ഷെ ബാലുവായി സംസാരിച്ച അതിനെ കുറച്ച് നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പപ്പയ്ക്ക് വയ്യെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒന്നെങ്കിൽ ഇരുന്നൂടെ? അല്ല പിന്നെ ഇടയ്ക്ക് ഒരിക്കലും കാര്യമില്ലെന്നേ. ഓരോ പട്ടികൾക്ക് ഓരോ നോക്കാൻ വേണ്ടി, പട്ടിയെ നോക്കാൻ വേണ്ടി ആൾക്കാരെ ബൈസ്റ്റാൻഡർ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോ നഴ്സിനെ ഇപ്പൊ നിർത്തിക്കാണ്. അവരെ ചെലവുകൂടെ രാംകുമാർ കൊടുക്കേണ്ടി വരും. ആ കാലിന് കൊണ്ട പട്ടിക്ക് 2 നഴ്സ്. 2 നഴ്സ്. എന്റെ മൂട്ടിൽ കടിച്ചിട്ടും കൂടി 1 നഴ്സേ വന്നുള്ളൂ. പിന്നെ ഫുഡ് അയ്യോ എമ്മാതിരി ഫുഡ് എന്നറിയാം. അവര് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പട്ടികൾക്ക് കൊടുക്കുള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ പട്ടി സുഖമായിട്ട് ജീവിക്കുക രാംകുമാർ കാരണം. എന്റെ ദൈവമേ, അടുത്ത ജന്മമെങ്കിലും എങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയായിരുന്നു. Checking Value Plus card. Just pay rupees 2,999 and get food worth rupees 4,000.